പിടിക്കണോ? എല്ലാവർക്കും ഒരു ഹലോ ഗായ്സ് പറയണം. 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്. ഇങ്ങനെയൊന്നല്ല, നല്ല ഉറക്കെ പറയണം. 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്. ഞങ്ങൾ ഇന്ന് മീൻ വാങ്ങാൻ വന്നതാണ്. മീൻ സ്റ്റാളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയുള്ളൂ. അതെ, ഒഴിഞ്ഞ സ്റ്റാളിലേക്ക് ഇവരെന്നെ പറ്റിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. ഇവിടെ മീൻ ഉണ്ടാവലുണ്ട്, പിടിച്ച മീനുകൾ ഇവിടെ കൊണ്ടിടാറുണ്ട്. ടൈം എപ്പോഴാന്ന് എനിക്കറിയില്ല. അവിടെ പാർക്കും ഉണ്ട്. എവിടെ ഞണ്ട്? എവിടെ ഞണ്ട്? ഒരു കുഞ്ഞു ഞണ്ടാണ്. ഒരു കുഞ്ഞു ഞണ്ടിനെയാണ് കേട്ടോ വലിയ സംഭവമായിട്ട്. പക്ഷെ ഇവിടെ ഞണ്ടിനെയൊക്കെ ഡയറക്റ്റ് പിടിച്ച് ജീവനുള്ള ഫുഡും ജീവനുള്ള മീനിനെയൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. വേണമെങ്കിൽ പിടിച്ചോ, പിടിക്കണേ. ഇപ്പൊ മനസ്സിലായില്ലോ, ഞണ്ടുണ്ട് പിടിക്കും. ഇവിടെ അങ്ങനെ ആൾക്കാർ പിടിക്കുന്ന മനസ്സിലായില്ലേ? വേണ്ട, ഞണ്ട് പോവാ. ആ കാണുന്നത് എന്താ അറിയോ? സ്റ്റേഡിയടി. അതന്നെ, ഖത്തറിന്റെ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയാണ്. അങ്ങനത്തെ ഇത് മാത്രല്ല, കുറെ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ. ഇത് വൺ ഓഫ് ദ സ്റ്റേഡിയം ആണ്. അപ്പൊ ഹൗ മെനി സ്റ്റേഡിയംസ് ഡു യു ഹാവ്? അങ്ങനെ ചോദിച്ചാൽ അറിയണവരോട് ചോദിക്കണം. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. വാ, നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പോവാം. ചിക്കോ, ആ കാണുന്നല്ലേ, അതൊരു പാലാണ്. ആ പാലത്തും കൂടെ പോണോ? അവിടെ തുറന്നാണോ കിടക്കണമെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ നമുക്ക് പോയോക്കാം. വാ, തുറന്നല്ല അടച്ചുണ്ടോ? എന്തായാലും പോയോക്കാം. വാ. അതെങ്ങനെയാ നീ അറിഞ്ഞ അടച്ചാ കിടക്കണെന്ന് അറിയോ? എന്നാ വാ, നമുക്ക് പോയോക്കാം. വാ. ഇവിടുന്ന് ചിക്കോ, പണ്ട് ഞാൻ ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്നപ്പോഴേ എല്ലാവരും ഫ്രഷ് മീൻ വാങ്ങിക്കാനാണ് അവിടെ വരുന്നത്. പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ തോന്നൂല, കാരണം മീൻ ഇങ്ങനെ പെടയുന്നുണ്ടാവും. എനിക്ക് ക്രാബൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച ക്രാബ് ഉണ്ടല്ലോ, വീട്ടിൽ ചെന്നാലും ജീവൻ ഉണ്ടാവും. അതിന് ശേഷം ഞാൻ പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാൻ വരില്ല. എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ്. എന്നിട്ട് എന്നോട് പറയാം, എല്ലാവരും ഫ്രഷ് വാങ്ങിക്കാൻ വരുന്നത്, ഇവള് ചത്തേനെ നോക്കി പോവാണ് പറയും. ആ, ഇത് വെള്ളമുണ്ട്. ഇത് കടലാണ് അടിയിലേ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളമുണ്ട്. മെല്ലെ പോണോ? വീഴൂല, അങ്ങ് പോരും. വെറുതെ നോക്കിയതാ ചിക്കോ. എൻ്റെ ആ വലിയ മോനെ വിട്ടിട്ട് ഈ ചെറിയ മോനെ പിടിക്കും. ആ വലിയ മോൻ നടന്നോളൂ. അത് ഏതെങ്കിലും കുണ്ടിൽ ചാടും ഈ കുട്ടി. കാരണം ഓരോ ഇടവിൽ ചാടിപ്പോയാലേ, ചാടുന്നത് മാത്രമല്ല ഒരു മീനിനുള്ളതേ ഉള്ളൂ. ഈ വിടവിക്കൂടെയൊക്കെ ഒന്ന് വീണു പോകുന്ന പേടിയാണ്. നീന്താൻ പഠിക്കണം. പക്ഷെ ഇവിടെ ഒന്നും അത്ര ആഴമില്ല തോന്നുന്നു. ആഴുണ്ടല്ലേ? പിന്നെന്താ, ഇതൊക്കെ നല്ല മീനുണ്ടാവും കേട്ടോ. അക്കു ഇങ്ങോട്ട് വന്നേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. നന്ദേന്റെ കയ്യിൽ തന്നെ വേണേ. ഇതാ ഞാൻ പറഞ്ഞ പാലം ചിക്കോ. കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ പാലം ആടും, ഇങ്ങനെ ഇളകും. നമ്മളെ ഈ തെരേന്റെ അനുസരിച്ച് അതിങ്ങനെ ഇളകും. ഓ, അങ്ങറ്റത്തൊരു ഷിപ്പ് നിൽക്കുന്നത് കണ്ടോ? കണ്ടോ? അതൊക്കെ വലിയ ഷിപ്പാണ്. കണ്ടോ? ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ കാണിക്കാൻ കൊണ്ടുപോവാം. ഇനി അടുത്ത് നമുക്ക് പാർക്ക് ഏരിയക്ക് പോവാം. ഇത് ഞാൻ ഈ പാലം കാണിക്കാൻ വന്നതാണ് കേട്ടോ. എങ്ങനെ? എന്താണ്? അതെ, അതിനെ പിടിച്ച ജോ, ചെറിയ ഗ്യാപ്പ് ഉള്ളതാണ് അവിടെയൊക്കെ. ആ, ചാടിപ്പോയാലേ സുവച്ചൻ വരുമ്പോ ഞാൻ എന്തു പറയും? സുവച്ച എവിടെയെന്ന് എല്ലാരും ചോദിച്ചായിരുന്നു കേട്ടോ. സുവച്ച നാട്ടിലാണേ. നല്ല ഷിപ്പൊക്കെ കണ്ടോ? എവിടെ മീന്? നിറയെ മീനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നീയും കാണുന്നുണ്ടോ? വേറെ എക്സ്പോർട്ട് ചെയ്യുന്ന വേറെ സാധനങ്ങൾ, അതിന് റേറ്റ് കൂടും. എനിക്ക് 2 ഫോട്ടോ എടുത്തു തരും. അച്ഛന് ഫോട്ടോ വേണത്രേ. ആർക്ക് അയക്കാനാ? വൈഫിന് അയച്ചു കൊടുക്കും. എന്റെ ദൈവമേ ചിക്കു, നീ ചെരുപ്പ് കൂരിട്ട് ഇറങ്ങല്ലോ. ഇത് പിടിക്കാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ട് ഇറങ്ങാൻ പറ്റണ സ്ഥലങ്ങളല്ലോ ചിക്കു. ഞാൻ കാലം കൊണ്ട് പറിച്ചാലോ കേട്ടോളെ. അജു ഒന്ന് പിടിച്ചിട്ടോളെ. നീന്താ അറിയോ? ചിക്കുവിന് കല്ലുമക്കായ കണ്ടിട്ടേ കടിക്കോ ചിക്കു? തന്നെ അമ്മയോള് പിടിച്ചു. ഇതിനുള്ളിൽ മുത്തുണ്ടോ? ഖത്തറിലെ സാധനങ്ങൾക്ക് മുത്തുണ്ട് ശരിക്കും. വലുത് കിട്ടിയ എടാ, ജീവുള്ള ചെറുതിനൊക്കെ കളയടാ. ചെറുതിനെ കയ്യിൽ തന്നെ ഇടും. വേണ്ട, മതി. ഇത് തിന്നൊന്നുമില്ല.
മുത്തുണ്ടോ നോക്കട്ടെ ചേച്ചി. എടാ മുത്തുണ്ടെങ്കിലോ? വേണ്ടടി, അതിനെ കളഞ്ഞേക്ക്. അതിന്റെ ചെറുതിനൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. കളഞ്ഞു. പാവാല്ലേ? നമ്മളതിനെ കൊല്ലാനാ അപ്പൊ എടുത്തിരിക്കുന്നത്. അതിൽ ചില മുത്തൊന്നും ഉണ്ടാവില്ല. അത് ഇത് ചെറുതല്ലേ. മറ്റേ നല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് മുത്തുണ്ട് തോന്നുന്നു എനിക്ക്. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ആ വേണ്ട, പക്ഷെ ഇപ്പൊ കൊല്ലണ്ട, പാവണ്ട. നമുക്ക് എന്തിനാ മുത്ത്? വിട്ടേക്കടാ. കൊറേ വേണ്ട വേണ്ട, വിട്ടേക്ക്. കയ്യിൽ പിടിച്ചോ. വേണ്ട, അത് ചാവും. വെള്ളത്തിൽ എടുത്തേ, ഞാൻ ഇട്ടോളാം. അത് നന്ദക്കുട്ടിക്ക് ഇടണം. നല്ല മക്കളായിട്ട് വളർന്നു വരണം പറ. ഇട്ട് കഴിഞ്ഞു. കുട്ടിക്ക് തൊടാൻ പറ്റിയില്ലേ? ആ ദേ അത് പോണു. നല്ല ആഴണ്ട്. നോക്കട്ടെ, ഇപ്പോഴും താഴെ എത്തിയിട്ടില്ല. വീണ ഇച്ചിക്കോ ഈ ഷിപ്പൊക്കെ വരണമെങ്കിൽ ആഴം വേണം. വള്ളി പിടിച്ച് വലിക്കുകയാണെങ്കിൽ എടുക്കാം. ഇതിങ്ങനെ അവര് കെട്ടിയിട്ടാണെങ്കിലോ ഇത് എടുക്കാൻ വേണ്ടിട്ട്. സ്നേഹിച്ചൊക്കെ പോവല്ലേ. ആവശ്യമുള്ളതാണ് എനിക്ക് ആ സാധനത്തിന്. കുട്ടീനെ എറിഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ തന്നെ. ചിക്കുവിന്റെ മുഖം ഒരേപോലെ ഉണ്ട്. ഇങ്ങനെ വീർത്ത് നിക്കണ മുഖം, അക്കുവിന്റെ വീർത്ത് നിക്കണ മുഖം, ശ്രീമോളെ വീർത്ത് നിക്കണ മുഖം. ഇത് കുറച്ച് വീർത്ത്. അതിനിപ്പോ എന്താ? അല്ല ഒരേ രൂപ അറിയാ. അക്കൊക്കെ ഉണ്ടേക്കണ് മുറിലാക്ക. ഇത് ബോഡി ഷേമിംഗ് ആണ്. ഞാൻ മെലിഞ്ഞു. ഐ ആം സോ ജിമ്മിന് പോണേന്റെ സത്യ. ചിക്കുവിന്റെ മുഖം നോക്ക്, ചക്ക മുഖ. പറയണത് അക്കുവിന്റെ ചക്ക. അതെ, ഇവനിപ്പോ എന്താ പറയാ, നമ്മള് പറയണം അവൻ ജിമ്മിന് പോകണ്ട. കുട്ടി മാത്രം ചക്കല്ലാത്ത. എന്താ എങ്ങനെ ഒന്നുകൂടി പറഞ്ഞ പോടാ അവിടെ പറഞ്ഞ പോട ചക്കയോ കടച്ചക്ക. ഇനി അടുത്ത സ്പോട്ട് എവിടെയാ? ഇനി കൊറേ ഫ്ലാഗ് ഉള്ള സ്ഥലം കാണിച്ചുതരാം. നമ്മളെ ഇന്ത്യന്റെ ഫ്ലാഗ് കണ്ടുപിടിക്കണായിരുന്നു. ഓക്കെ മാമ ഡാ അജുവേ വാ പോര്. ഇന്ത്യ ഫ്ലാഗോ? അതാ ഐ സി ഇന്ത്യ ഫ്ലാഗ്. അതാ അവിടെയാണ് ആ ഫ്ലാഗുള്ള ഏരിയ. കണ്ടോ ചിക്കു? ഫ്ലാഗുള്ള ഏരിയ കണ്ടോ? ഇവിടേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു. കണ്ടോ എല്ലാ ഫ്ലാഗുകളുള്ള ഏരിയ കണ്ടോ? പോവല്ലേ നമുക്ക്? ആ സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയോ വീഡിയോ എടുക്കണമെന്നുണ്ട്. അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ വീഡിയോക്ക്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതെന്താണെന്നറിയോ? അത് ഞണ്ടിനെ പിടിക്കണ കൊട്ടയാണേ. അതിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ ഇടും. എന്നിട്ട് ഞണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിന്നാൻ കയറും. പക്ഷെ അതിന് തിരിച്ചു കയറാൻ പറ്റൂല. ഇത് ഞണ്ടാണ് തോന്നുന്നു പിടിക്കുക. അത് അങ്ങനെ തന്നെയാണ്. അതൊന്നും എനിക്കറിയില്ല. ഈ ഓട്ടയിൽ കൂടെയാണ് ചിക്കനും ഫുഡൊക്കെ ഇടുക. ഇത് ഷിപ്പിന്റെ എന്തോ ആണ്. നങ്കൂരം അങ്ങനെ എന്തോ സാധനമാണ്. അത് പഴയതൊക്കെ ആവും അല്ലേ? ഉപ്പുവെള്ളമായോണ്ട്. നങ്കൂരോ? ഷിപ്പിന്റെ നങ്കൂരാണിത്. നങ്കൂരം നോക്കി അതിന് പറയാ. പൊക്കോളാവുന്നത്. അത് ചൂണ്ടിയടി പൊട്ടത്തിയേ. അല്ല എന്താ അറിയില്ല. അവിടെ വെച്ചോ. എന്തായാലും വെള്ളത്തിൽ നിന്ന് കിട്ടിയത് അവർക്ക്. പുറ്റൊക്കെ ഉണ്ട്. ഇത് നാട്ടിലെ പൂച്ചയല്ല കേട്ടോ, പുലിക്കുട്ടനാണ്. ഇത് കണ്ടോ? ഒരു പുലീന്റെ ലുക്കില്ലേ ഇതിന്? അത് കടി കിട്ടുമ്പോഴേ അറിയുള്ളൂ പാവാണോ അല്ലയോ. കണ്ട മൈൻഡ് ചെയ്തില്ല. കണ്ട അതിന്റെ നടത്തം തന്നെ നമുക്ക് പുലിയെന്നുള്ള കോലല്ലേ അതിന്. അയ്യോ വേണ്ടട്ടാ, എന്റെ പിന്നാലെ പോണ്ട ചിക്ക. അതിന് അന്യൊന്നും മൈൻഡ് ഇല്ലാത്ത, അതിനല്ലാത്ത തന്നെ ഇവിടെ കിട്ടും. നടത്തം തന്നെ ഒരു ഷേപ്പിന് വ്യത്യാസം ഉണ്ടോ? ഒരു റിച്ച്നെസ് ഉണ്ടല്ലേ നടത്തത്തിനൊക്കെ. പുലിന്റെ ക്രോസ് ആണ് ഇത്ര. ഇങ്ങോട്ട് പോര് ചിക്കു. വേണ്ട. ഈ അതിന്റെ ഒരു നടത്തം സ്പെഷ്യാലിറ്റി കണ്ടോ? അതൊന്നുമല്ല. ഇവിടെ നമ്മള് ഇതിന് തിന്നാൻ കിട്ടാൻ ഇവിടെ മീനുണ്ട് തോന്നുന്നു. അപ്പൊ നീ അങ്ങനെ തൊട്ടിട്ടൊന്നും എനിക്കൊന്നും വേണ്ടെന്നുള്ളൊരു മട്ട് തോന്നി എനിക്ക്. നടത്തം തന്നെ ശ്രദ്ധിച്ചോ? ശരിക്കും കാറ്റ് വാക്ക് അതാണോ? കാറ്റ് വാക്ക് കണ്ടു അപ്പോട്ടോ എല്ലാരും. കാറ്റ് വാക്ക് കണ്ടല്ലോ. എന്നെ മൈൻഡ് ആക്കാണ്ട് അതിങ്ങനെ മൂട് പിടിക്കുന്നു പോയി. എങ്ങനെയാ? ഇത് വേൾഡ് കപ്പിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന കേട്ടോ. ഇന്ത്യന്റെ കൂടി കണ്ടോ ചിക്കു? ഇത് കാറ്റില്ലാത്തോണ്ടാ. കുറെ കൂടി പോയോ ഇതില്? ആ അറ്റത്തൊക്കെ കൊടിയൊന്നും കാണുന്നില്ലല്ലോ. ഇതാണോ? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നുമേ. ഓരോ രാജ്യത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടോ? നീയാ കണ്ടുപിടിച്ചത്? കണ്ടോ?
കാരക്ക കണ്ട കോക്ക് പോകും നന്ദയ്ക്കറിയാം. എങ്ങോട്ടാ വെച്ചപ്പോഴേക്കും നന്ദ പറയാ കാരക്ക പറിക്കാനാണ്. കോക്കുവിന് കാരക്ക ഇവിടെ ശരിക്കുള്ള പഴുത്ത് കയ്യിലെത്തും. കാരക്ക അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് കോക്കുവിന് കാണുന്നതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. നിലത്ത് വീണ തിന്നാൻ പാടില്ലടി, അറിയില്ല. അതാരെങ്കിലും ചവിട്ടിയതാവും കേട്ടല്ലോ. ഇതുകൊണ്ട് എറിഞ്ഞോളാൻ ആര് നന്ദ വന്നതാ? അജുമാവിന് എറിഞ്ഞാ ഓക്കെ ആവുന്നു. എന്നാ കോക്ക് പറഞ്ഞതനുസരിച്ചിട്ട് എറിഞ്ഞോള്. ഒരു ഉറുമ്പിന് ആപ്പിള് കൊടുത്തിരിക്കുന്നത് നന്ദ. വാ എണീറ്റ് പോയേ. ഇനി അവർക്ക് ഞാൻ വേറൊരു ചെടി കാണിച്ചു തരട്ടെ. എന്താ? വാ. കൊന്ന. ആ കൊന്നപ്പൂ. ഇതെന്താന്നറിയോ? അയ്യോ മുല്ലപ്പൂവ്. മുല്ലപ്പൂ കണ്ടോ? ഇതിന് നല്ല മുല്ലപ്പൂ ഉണ്ടാവും. ആര്? എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ സാധനം? ഉറുമ്പ് എന്നെ കടിച്ചാണോ? കടിച്ചോ? എവിടെ കടിക്കണ്ടോ? നോട്ട് നേരക്ക്. അത് കടിക്കൂലല്ലോ നന്ദ. അയ്യോ സത്യം ഇത് കടിച്ചോളെ. കടിച്ചോ? ഞാൻ കരുതി ഓള് ചത്തു. അത് നെയ്യുറുമ്പാ, അതുകൊണ്ട് സാരല്ല. നെയ്യുറുമ്പ് പറഞ്ഞെന്താ? അത് പണ്ട് നെയ്യേറ്റി പോകുമ്പോ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിപ്പിക്കുന്നത്? എന്നാലും പറ. ഇതാണ് പുൽത്തൈലം. ചിക്കോ പുൽത്തൈലത്തിന്റെ ഇല നോക്ക്. മണത്തില്ലേ? തീർന്നോ? കൊടി കണ്ടു. അപ്പൊ ഇനി കൊടി കണ്ടു പോവല്ലേ നമുക്ക് തിരിച്ച്? പോവല്ലടോ? പാർക്കിക്കാണോ ഇനി പോണ്ടേ? നീ ആരാത്? നീ കുണ്ടേനെയാണ്. എലുമ്പം കുണ്ട.